Hello students, welcome to the 13th and the final session of the first module. So here we will discuss about axial flow reaction turbine, and students, you know what is axial flow turbine? Axial flow turbine is the turbine in which water flows parallel to the axis of rotation. Parallel to axis of rotation. അതായത് നമ്മുടെ ഷാഫ്റ്റ് ഉണ്ടാവുമല്ലോ, റോട്ടറിൻ്റെ ഷാഫ്റ്റിന് പാരലായിട്ടാണ് water flow ചെയ്യുന്നെങ്കിൽ the turbine is known as axial flow turbine, and it will be an axial flow reaction turbine when the inlet energy, the energy at the inlet consists of both the pressure and kinetic energy, and this part of pressure energy is converted into kinetic energy. That particular turbine is known as reaction turbine. So you understood what is an axial flow reaction turbine. An example for axial flow reaction turbine is kaplan turbine. Kaplan turbine, and I have shown you the figure or animation of a kaplan turbine, right? Kaplan turbine. And for an axial flow reaction turbine, the turbine shaft എപ്പോഴും vertical ആയിരിക്കും. The lower end of the shaft is made larger, which is known as sub. And I will show you the figure of a kaplan turbine. So your shaft is vertical in vertical direction. Vertical ആയിരിക്കും shaft, vertical direction ആയിരിക്കും. And പിന്നെന്താണ് ഈ ലോവർ എൻഡ് കണ്ട, ഈ ലോവർ എൻഡ് ഹബ് എന്ന് വിളിക്കും. ലോവർ എൻഡ് ഓഫ് ദ ഷാഫ്റ്റ് ഈസ് മെയ്ഡ് ലാർജർ, വിച്ച് ഇസ് നോൺ ആസ് ഹബ് ഓർ ബോസ്. ദ വെയിൻസ് ആർ ഫിക്സ്ഡ് ഓൺ ദ ഹബ് ആൻഡ് ഹബ് ആക്ട്സ് ആസ് എ റണ്ണർ. ഈ ഹബ്ബാണ് അതിൻ്റെ റണ്ണർ. ആൻഡ് there are mainly two types of axial flow turbine. ഒന്ന് പ്രൊപ്പല്ലർ ടർബൈൻ, ഒന്ന് കപ്ലാൻ ടർബൈൻ. നമ്മളിപ്പോൾ ഇവിടെ കപ്ലാൻ ടർബൈനെ പഠിക്കുന്നുള്ളൂ. മറ്റൊന്ന് പ്രൊപ്പല്ലർ ടർബൈൻ. അങ്ങനെ ഒരു ടർബൈനുണ്ട്, അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം. പക്ഷെ നമ്മളിവിടെ മെയിൻലി ഡീൽ ചെയ്യുന്നത് കപ്ലാൻ ടർബൈനാണ്. ഓക്കെ. സോ ഈ വെയിൻസ് കണ്ടോ, വെയിൻസ് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ, വെയിൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ. സോ അപ്പോൾ എപ്പോഴും വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ആക്സിയലായിരിക്കും, ഇങ്ങനെയായിരിക്കും. അപ്പോൾ മെയിൻലി അത് ആക്സിയൽ ഡയറക്ഷൻ, റേഡിയൽ ഡയറക്ഷൻ വരില്ല. റേഡിയൽ ഡയറക്ഷൻ ഇങ്ങനെ ഫ്ലോ ചെയ്യണം, ഇത് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ. സോ ഇതാണ് ഒരു കപ്ലാൻ ടർബൈൻ്റെ ഫിഗർ. സോ വെൻ ദ വെയിൻസ് ആർ ഫിക്സ്ഡ് ടു ദ ഹബ് ആൻഡ് ദേ ആർ നോട്ട് അഡ്ജസ്റ്റബിൾ, അങ്ങനെയാണെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ടർബൈൻ ഇസ് നോൺ ആസ് പ്രൊപ്പല്ലർ ടർബൈൻ. ഇപ്പോൾ പ്രൊപ്പല്ലർ ടർബൈൻ എന്ന് വെച്ചാൽ വെയിൻസ് ആർ ഫിക്സ്ഡ് ടു ഹബ്, ബട്ട് ഇഫ് ദ വെയിൻസ് ഓൺ ദ ഹബ് ആർ അഡ്ജസ്റ്റബിൾ, സോ ദീസ് ആർ അഡ്ജസ്റ്റബിൾ വെയിൻസ് ആണെങ്കിൽ ദ ടർബൈൻ ഇസ് നോൺ ആസ് കപ്ലാൻ ടർബൈൻ. ഓക്കെ, കപ്ലാൻ ടർബൈൻ. അപ്പോൾ ഒരു മെയിൻ പാർട്സ് ഓഫ് കപ്ലാൻ ടർബൈൻ എന്ന് പറഞ്ഞാൽ കപ്ലാൻ ടർബൈൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മെയിൻ പാർട്സിൻ്റെ ഒരു ഫിഗർ, ദിസ് ഇസ് എ ഫിഗർ ഓഫ് കപ്ലാൻ ടർബൈൻ. You can see that the shaft is vertical, a boss. The lower part of the shaft is known as hub or boss. Okay. And there is a scroll casing. So this is a sectional view. ഇതൊരു സെക്ഷണൽ വ്യൂ ആണ്. ഈ സ്ക്രോൾ കേസിങ് എന്നൊരു സംഭവമുണ്ട്. പിന്നെന്താണ് ഗൈഡ് വെയിൻസ്. ഗൈഡ് വെയിൻസ് വെച്ചാൽ സ്റ്റേഷനറി വെയിൻസ്, അത് ഡയറക്ഷൻ എന്താണ് നമ്മുടെ ഫ്ലോയുടെ ഡയറക്ഷൻ കറക്റ്റ് വേസിൽ ഗൈഡ് ചെയ്യുന്ന മെക്കാനിസമാണ് ഗൈഡ് വെയിൻസ്. പിന്നെ എന്താണ് ഹബ് ഓർ ബോസ് ഉണ്ട്. പിന്നെന്താണ് ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ട്. ഡ്രാഫ്റ്റ് ട്യൂബ് എന്താണ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിൽ വി ഹാവ് ഡിസ്കസ്, റൈറ്റ്. ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് ക്ലോസ്ഡ് കൺഡ്യൂട്ട് സോ ദാറ്റ് ദ വാട്ടർ ഈസ് സ്റ്റാർട്ട് ടു ടെയിൽ റൈസ്. പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, കാരണം അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടിയും കുറഞ്ഞ ലോവർ പ്രഷർ ആയിരിക്കും ഇവിടെ ഉണ്ടാവും, എക്സിറ്റ് ഓഫ് ദ ടർബൈൻ ഉണ്ടാവും. So it cannot directly enter to the tail race. So we provide a closed conduit called a draft tube, and we will discuss the draft tube theory in the second module. Okay. അപ്പോൾ എന്താണ്, so the water from the penstock enters the scroll casing. Okay, water from the penstock enters the scroll casing, and it will and then it moves to the gate veins. എന്താണ് ഗേറ്റ് വെയിൻസ് ചെയ്യുന്നത്? ഗേറ്റ് വെയിൻസ് ടേൺസ് ദിസ് വാട്ടർ ടു 90 ഡിഗ്രി. ഒരു 90 ഡിഗ്രി വാട്ടറിനെ ടേൺ ചെയ്യും ആൻഡ് ഫ്ലോസ് ആക്സിയലി ത്രൂ ദ റണ്ണർ ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ, റൈറ്റ്. അപ്പോൾ ഇതാണ് സംഭവം. ആൻഡ് ദർ ആർ two diameters of the runner. This particular diameter dB and do, right? dB. So dB is dia of hub.
DO എന്ന് വെച്ചാൽ DO ഉണ്ട്, ഹബിൻ്റെ ഡയ ഉണ്ട്. ഇത് മൊത്തത്തിലുള്ള ഹബ് ഡയ എന്ന് വെച്ചാൽ DO, ഡയ ഓഫ് ഔട്ടർ ഡയ. അത് ഔട്ടർ ഡയ എന്നിരിക്കും. എക്സ്റ്റേണൽ ഡയ, ഔട്ടർ ഡയ. അപ്പോൾ നമ്മുടെ ഫ്ലോ ചെയ്യുന്ന ഏരിയ എന്ന് വെച്ചാൽ ഫ്ലോ ഇതിൽ കൂടെ അല്ലേ, ഇതിൻ്റെ ഗ്യാപ്പിലൂടെ അല്ലേ ഫ്ലോ ഉള്ളത്. ഇപ്പോൾ വോളിയം ഫ്ലോ റേറ്റ് കാണുമ്പോൾ π/4 DO² മൈനസ് DB² ഇൻറ്റു VF1, ഇങ്ങനെയാണ് നമ്മൾ വോളിയം ഫ്ലോ. അപ്പോൾ നമ്മൾ ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിൽ πD1 VF1 അല്ലെങ്കിൽ πD2 B2 VF2 എന്നാണ് എടുത്തത്. പക്ഷേ ആക്സിയൽ കപ്ലാൻ ടർബൈനിൽ π/4 D02 DB² ഇൻറ്റു VF1, ഇതാണ് വോളിയം ഫ്ലോ റേറ്റ് എടുക്കേണ്ടത്. പിന്നെ സം ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്ന് പറയുന്നത് ലൈക്ക് U1 ഈസ് ഈക്വൽ ടു U2 ഈക്വൽ ടു πD0n/60. ഇവിടെ കപ്ലാൻ ടർബൈൻ്റെ കേസിൽ അഗൈൻ U1ഉം U2ഉം സെയിം ആണ്. അത് πD0n/60, അത് ബേസ്ഡ് ഓൺ ഔട്ടർ ഡയ ഓഫ് റണ്ണറാണ് എടുക്കേണ്ടത്. ആൻഡ് VF, ഒന്നാമത്തെ പോയിന്റ് ഇത്. രണ്ടാമത്തെ പോയിന്റ് വെച്ചാൽ VF1 വിൽ ബി ഈക്വൽ ടു VF2 ഇറ്റ് സെൽഫ്. ആൻഡ് ഏരിയ ഓഫ് തേർഡ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫ്ലോ അറ്റ് ഇൻലെറ്റ്. ഏരിയ ഓഫ് ഫ്ലോ അറ്റ് ഇൻലെറ്റ് ഈക്വൽ ടു ഏരിയ ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ്. അത് രണ്ടും സെയിം ആണ്. ഓക്കെ, ആ ഏരിയ എന്താണ്? π/4 D02 മൈനസ് DB² ആണ്. കാരണം ഏരിയ ഔട്ട്ലെറ്റിലായാലും ഇൻലെറ്റിലായാലും സെയിം ആണ്. ഇത് ഫിഗർ കണ്ടാൽ മനസ്സിലാവും അല്ലേ? ഫിഗർ ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റിലായാലും ഇൻലെറ്റിലായാലും ഏരിയ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല അല്ലേ? ഏരിയ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക. അതിന് നമുക്കൊരു കപ്ലാൻ ടർബൈൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നമുക്ക് ഈ മൊഡ്യൂളിൽ തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കുക. ഈ കപ്ലാൻ ടർബൈൻ വർക്കിംഗ് അണ്ടർ എ ഹെഡ് ഓഫ് 20 meter ഡെവലപ്സ് 11,772 kilowatt shaft power. Outer diameter runner is 3.5 meter and hub dia 1.75 meter. Gate blade angle at the extreme edge of the runner is 35 degree. The hydraulic and overall efficiency of the turbine are 88% 84% respectively. If the velocity of the whirl is 0 at outlet, determine the runner vane angle at inlet, outlet at the extreme edge of the runner and speed of the turbine. അപ്പോൾ ഇവിടെ ഹെഡ് വന്നിട്ടുണ്ട്. ഹെഡ് 20 meter എന്ന് വെച്ചാൽ ഇത് വെരി ലോ ഹെഡാണ്. ഈ കപ്ലാൻ ടർബൈനിലാണ് ഏറ്റവും ലോവസ്റ്റ് ഹെഡ് വരിക. ഹയസ്റ്റ് ഹെഡ് വരുന്നത് പെൽട്ടൺ വീലിലായിരിക്കും. ഒരു മീഡിയം റേഞ്ചിൽ ഹെഡ് വരുന്നത് ഫ്രാൻസിസ് ടർബൈനിലായിരിക്കും. ഓക്കെ, പിന്നെ എന്തുണ്ട്? ഷാഫ്റ്റ് പവർ 11,772 kilowatts അതുണ്ട്. ഹബ് ഡയ ഔട്ടർ ഡയ D0 3.5 meter, ഹബ് ഡയ DB 1.75 meter. ഗേറ്റ് ബ്ലേഡ് ആംഗിൾ എന്ന് വെച്ചാൽ ആൽഫ 35 degree. അതേപോലെ ഓവറോൾ എഫിഷ്യൻസി ഓവറോൾ 88% ഉണ്ട്. ഹൈഡ്രോളിക് എഫിഷ്യൻസി 88%. ഹൈഡ്രോളിക് എഫിഷ്യൻസി ηH. ഓവറോൾ എഫിഷ്യൻസി 84%. VW2 equal to 0 means റേഡിയൽ ഡിസ്ചാർജ് അല്ലേ? റേഡിയൽ ഡിസ്ചാർജ്, അതായത് β 90 degree. അല്ലെങ്കിൽ VF2 equal to V2. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻഫർ ചെയ്യാം. VW2 0 ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എഫിഷ്യൻസി ഓവറോൾ എഫിഷ്യൻസി വെച്ചാൽ ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവറാണ്. ഷാഫ്റ്റ് പവർ 11,772 ബൈ വാട്ടർ പവർ നമ്മൾ ρg/QH എടുക്കാം. ഇത് ഇൻറ്റു 1000 ഉണ്ട്, കിലോ വാട്ട്സ് ആണ്. അപ്പോൾ ഈ റോയും 1000 പോകും, കാരണം റോ 1000 ആണ്. 11,772 ബൈ 9.81 ഇൻറ്റു Q നമുക്ക് അറിയാമോ? Q അറിയില്ല. H എന്നുള്ളത് 20 meter ആണ്. ഇനിയിപ്പോൾ ഈ Q എങ്ങനെ കാണാം? Q ഈസ് ആക്ച്വലി Q ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? എഫിഷ്യൻസി എന്ന് വെച്ചാൽ 84% തന്നിട്ടുണ്ട് അല്ലേ? 80.84. പിന്നെ നമുക്ക് Q ഈക്വൽ ടു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 71.4
428 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ക്യൂ കിട്ടി. അതേപോലെ ആക്ച്വലി ക്യൂ എന്ന് വെച്ചാൽ π/4 d0² മൈനസ് db² ഇൻറ്റു VF1 ആണ്. അപ്പോൾ π/4 7142 എന്ന് വെച്ചാൽ π/4 ഇൻറ്റു d0² 3.5² ആണ്. db എന്ന് വെച്ചാൽ 1.75 ആണ് ഇൻറ്റു VF1. അപ്പോൾ ഇതിൽ അൺനോൺ VF1 ആണ്. VF1 നമുക്ക് 9.9 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. 9.9 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. റൈറ്റ്, VF1 കിട്ടി. നമുക്ക് ഫിഗർ വരച്ച് കഴിഞ്ഞാൽ സപ്പോസ് വി ആർ ഡ്രോയിങ് ദി ഫിഗർ ഓഫ് ദിസ് റിയാക്ഷൻ ഫ്ലോ ടർബൈൻ വെച്ചാൽ റേഡിയൽ വെയിൻ ആയിരിക്കും. റേഡിയൽ വെയിൻ വെയിൻ്റെ ഇതാണ് V1. ഇത് V1, ഇത് VW1, ഇത് VF1, ഇത് VR1 അല്ലേ. ഇതാണ് U, ഇത്രയാണ് U എഴുതുക. ഇത് ആൽഫ, ഇത് തീറ്റ. ഇത് ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് റേഡിയൽ ആയതുകൊണ്ട് ഇത് VF2, ആക്ച്വലി U1, ഇത് U2, ഇത് എന്താണ് VR2, ഈ ആംഗിൾ ഫൈ. സിമ്പിൾ. നമുക്ക് VF1 ഡയറക്റ്റ് കിട്ടി. VF1 ഈക്വൽ ടു VF2 അതറിയാം. ഇനി ആൽഫ 35 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് ആൽഫ 35 ആണല്ലേ. ആക്ച്വലി ഈ നമുക്കറിയാം V1 എന്താണ് V1 കോസ് V1 നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഓക്കെ V1 അല്ല, നമുക്ക് എന്താ കാണേണ്ടത്? U1 കാണാം. U1 ഇസ് കാണാം. U1 U2. ആക്ച്വലി നമുക്ക് എഫിഷ്യൻസി ഹൈഡ്രോളിക് എന്ന് വെച്ചാൽ VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2 ബൈ GH എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിലിപ്പോൾ VW2 0 ആയതുകൊണ്ട് എഫിഷ്യൻസി H ഈക്വൽ ടു VW1 U1 ബൈ GH ഉണ്ട്. അതുകൊണ്ട് VW1 U1 നമുക്ക് H 0.88 ആണ്. VW1 U1 ബൈ G 9.81, H 20, ഹെഡ് 20 ഉണ്ട്. ഇതിൽ VW1 അറിയില്ല, U1 അറിയില്ല. പക്ഷെ VW1 കിട്ടും. കാരണം ഈ ഫിഗറിന്ന് VW1 എന്ന് വെച്ചാൽ ഇത് ടോട്ടലാണ്. VF1 നോൺ ആണ്. നോക്കാം, ഇത് നോൺ ആണ് VW1 അല്ലേ. VW1 ഇത് നമുക്ക് VW1 അൺനോൺ, VF1 നോൺ. കാരണം VF1ൻ്റെ വാല്യൂ 9.9 കിട്ടിയിട്ടുണ്ട്. ഈ ആൽഫ നോൺ ആണ്. അങ്ങനെയാണെങ്കിൽ VF1 ബൈ VW1 എന്നുള്ളത് ടാൻ ആൽഫയാണ്. ടാൻ ആൽഫ അല്ലെങ്കിൽ VW1 ഈക്വൽ ടു VF1 ബൈ ടാൻ ആൽഫ എന്നിട്ടാൽ മതി. അതായത് 9.9 ഡിവൈഡ് ബൈ ടാൻ 35 and it will be 14.14 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ VW1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 0.88 എന്നുള്ളത് 14.14 ഇൻറ്റു U1 ബൈ 9.81 ഇൻറ്റു 20. അതിൽ നിന്ന് U1 നിങ്ങൾക്ക് 12.21 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, U1 കിട്ടി. ആക്ച്വലി നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് കാണേണ്ടത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റണ്ണർ വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. അതായത് റണ്ണർ വെയിൻ ആംഗിൾ എന്ന് വെച്ചാൽ തീറ്റയും ഫൈയും. സോ ഇത് തീറ്റ, ഇത് ഫൈ. അപ്പോൾ തീറ്റയും ഫൈയും കിട്ടണമെങ്കിൽ ഒന്നുകിൽ VF1 അറിയണം, പിന്നെന്താ മതി, പിന്നെ ഈ ഒരു VW1 മൈനസ് U1 മതി. നമുക്ക് എഴുതാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു
VF1 by VW1 minus U1. 9.9 by VF1 എന്ന് വെച്ചാൽ 14.14 മൈനസ് 12.21 ആൻഡ് 5.13. തീറ്റ എന്നുള്ളത് യു വിൽ ഗെറ്റ് സം 78.97 ഇങ്ങനെയാണ് വരും തീറ്റ. പക്ഷെ നമുക്കറിയാം U1 ഈസ് ഈക്വൽ ടു U2 ആണ്, VF1 ഈക്വൽ ടു VF2. അങ്ങനെയാണെങ്കിൽ ഔട്ട്ലെറ്റിലെ ട്രയാങ്കിളിൽ ലുക്ക് അറ്റ് ദിസ് ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ. അപ്പോൾ tan phi എന്നുള്ളത് ആക്ച്വലി VF2/U2 അല്ലേ? സിമ്പിൾ. VF2 tan phi എന്നുള്ളത് VF2/U2, അതായത് 14.1 സോറി 9.9/12.21. അപ്പോൾ ഫൈ എന്നുള്ളത് യു വിൽ ഗെറ്റ് 39.035. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റണ്ണർ വെയിൻ ആംഗിൾസ് ഔട്ട്ലെറ്റും ഇൻലെറ്റിലും ഫൈയും കിട്ടി, തീറ്റയും കിട്ടി അല്ലേ? ഫൈയും കിട്ടി, തീറ്റയും ഫൈയും കിട്ടി അല്ലേ? നമുക്ക് ആംഗിൾസ് കാണാൻ എന്തായാലും ഒന്നെങ്കിൽ ഒരു 2 വെലോസിറ്റി കിട്ടിയാൽ മതി. 2 വെലോസിറ്റി കോമ്പണൻസ് കിട്ടി കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ വെച്ച് നമുക്ക് ഫൈയും തീറ്റയും കാണാൻ പറ്റും. സെക്കൻഡ് കാണേണ്ടത് സ്പീഡ് ഓഫ് ടർബൈൻ ആണ്. സ്പീഡ് ഓഫ് ടർബൈൻ കാണാൻ U1 എന്ന് വെച്ചാൽ 5d0n/60 അല്ലേ? അങ്ങനെയാണെങ്കിൽ n എന്ന് വെച്ചാൽ 60U1 ഡിവൈഡ് ബൈ 5d0. 60 into U1 എന്ന് വെച്ചാൽ 12.21 ഡിവൈഡ് ബൈ 5 into d0 3.5. You will get n as 66.63 rpm. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു കപ്ലാൻ ടർബൈൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ കുറച്ച് പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വിത്ത് ദിസ് വി വിൽ വൈൻഡ് അപ്പ് ദി ഫസ്റ്റ് മൊഡ്യൂൾ. സോ I know that this module has been a big one. So I think almost 13 videos we have made, and try to study the subject using a good textbook along with this video. So I'll try to do more and more problems based on turbines, right? So thank you.